ചെറിയൊരു ബഡ്ജറ്റിൽ CVT ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവറുള്ള വണ്ടി തന്നെയാണ്. 1 ലിറ്റർ ടർബോ ആയതുകൊണ്ട് അത്യാവശ്യം പവർ. ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 10 lakhിന്റെ ചോട് 2026 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. 26 7ാം മാസം വരെ, ഈ വർഷം 7ാം മാസം വരെ നിലവിൽ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ പ്രോപ്പർ സർവീസ് എല്ലാം കമ്പനി തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് വാറണ്ടി കട്ടാവാത്തത്. ഇത് 2020 മോഡല് VXI O എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. VXI അല്ല, VXI ഓപ്ഷനിൽ. ഓക്കെ, അതിൽ സിംഗിൾ ഓണർഷിപ്പിൽ 36,500 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ക്യാപ്സിലേക്ക് വീണ്ടും എത്തി. അനസിന്റെ അടുത്താണ് നമ്മള്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാപ്സ് ലെക്സിന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷറി കാറുകളുടെ ഒരു ക്യാമിയോ റോളൊക്കെ വന്നിട്ട് പോയതാണ്. ഇന്ന് ക്യാമിയോ അല്ല, ഇന്ന് ഫുൾ റോളാ. ഫുൾ റോളാ. അതിൽ ക്യാമിയോ ഏതാ ഡിനോസർ എണീച്ച് വന്നേന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി സാധനം ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു 1.5 വർഷം മുന്നേ ഇവിടെ ലാസ്റ്റ് ഈ വണ്ടി കാണിച്ചത് XUV 300 അല്ലേ? ഈ വണ്ടിയല്ല, ഇതുപോലത്തെ വണ്ടി. ഈ വണ്ടിയല്ല. ഓക്കെ, അപ്പോൾ അറിയാലോ, കോമ്പാക്ട് SUV തന്നെയാണ് അധികം ഉണ്ടാവുക. പിന്നെ ഇന്ന് 1-2 7 സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 സീറ്റർ ചെറിയ സെഗ്മെന്റ്, കിയയുടെ കാരൻസ്, അതേപോലെ അൽക്കാസർ പോലത്തെ വണ്ടികളല്ലേ. അൽക്കാസർ അത്യാവശ്യം പോകുന്നുണ്ട്, ഇവിടെ മൂവിങ് ഉണ്ട്. ഓക്കെ, പിന്നെ MG ഹെക്ടർ 7 സീറ്റർ വരാനുണ്ട്. ഹെക്ടർ പ്ലസ് ഒരു അടിപൊളി ഹാരിയർ ഉണ്ട്. പഴയ ഷേപ്പാണ്. ഹാരിയറും എനിക്ക് ഒന്ന് കുറച്ചായി നമ്മൾ ചെയ്തിട്ട് അതാ പറഞ്ഞത്. പുതിയ ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഷേപ്പ്. ഓക്കെ, അപ്പോൾ മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. നമുക്ക് ഇന്ന് EV ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ EV ഉണ്ട്. ഓട്ടോമാറ്റിക് വണ്ടികൾ കുറേ ഒരുപാട്, ഒരു 10-12 വണ്ടി ഓട്ടോമാറ്റിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടികൾ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പല വീഡിയോസും കാണുന്നുണ്ടല്ലോ, ടോട്ടൽ ലോസ് വണ്ടികൾ എല്ലാം ഉണ്ട്, പല ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വണ്ടികൾ വെച്ചാൽ ഫിസിക്കലി എവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് ചെക്ക് ചെയ്യിപ്പിക്കാം, മാത്രമേ ഉള്ളൂ. നമ്മളെന്തായാലും ഒരു ഇനീഷ്യൽ ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഒരു വണ്ടി എടുക്കുക. എന്നിരുന്നാലും എടുക്കുന്ന കസ്റ്റമേഴ്സിന് എന്തായാലും അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ അത് ചെയ്യിക്കാൻ വേണ്ടി ടൈം, അതായത് ഒരുപാട് പേര് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ അത്രയാണ്. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിലും എടുക്കാം ധൈര്യത്തിൽ. ഇവർ നോക്കിയിട്ട് തന്നെ ഫിസിക്കലി ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുന്നത്. അത് കമ്പനി ഹിസ്റ്ററി മാത്രം നോക്കിയാൽ പോരാ, ഒന്ന് ഇൻഷുറൻസ് ഹിസ്റ്ററി കൂടി കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഇൻഷുറൻസ് ഹിസ്റ്ററി പല ഏജന്റുമാരുണ്ടാവും, എടുത്തു തരും. ഇൻഷുറൻസ് ഹിസ്റ്ററി അല്ലെങ്കിൽ പോലും പുറത്തുനിന്ന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെ പണിയെടുപ്പിക്കുന്ന വർക്കുകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാവും ചിലപ്പോൾ. പക്ഷെ അത് വെച്ചാൽ വളരെ അറിയാൻ പറ്റില്ല. ഭയങ്കര മേജർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അത് വളരെ കുറവായിരിക്കും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതെ. കാരണം അത്ര പൈസ എമൗണ്ട് വരുമ്പോൾ പൊതുവെ പുറത്തുനിന്ന് ക്ലെയിം ചെയ്തെടുക്കുന്ന വണ്ടികളുണ്ടാവും. അപ്പോൾ അതും കൂടെ ഇൻഷുറൻസ് ഹിസ്റ്ററി കവർ ചെയ്ത് കിട്ടും. പിന്നെ ഒന്നും മനസ്സിലാവാത്ത വിധത്തിലുള്ള വണ്ടികളുണ്ടാവും. അത് നമ്മുടെ വിധി എന്ന് വിചാരിക്കുക, ഒന്നും പറയാനില്ലല്ലേ. അങ്ങനത്തെ വണ്ടി ഉണ്ടാവും, ഒന്നിനും കാണാത്ത. പിന്നെ ഈ പറയുന്ന വിധി ഇപ്പൊ ബമ്പർ അല്ലെങ്കിൽ ചെറിയ അങ്ങനത്തെ പാർട്സുകൾ മാറുന്ന വലിയ പ്രശ്നമല്ല. ഈ സ്ട്രക്ചറൽ ഡാമേജ്, ഇടിച്ചിട്ട് കുറ്റി പോവുക, സ്ട്രക്ചറിൽ പില്ലേഴ്സ് തകരുക, ഇങ്ങനത്തെ ഒക്കെ എന്ന് വെച്ചാൽ വണ്ടീനെ ബാധിക്കുന്ന ഘടകം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഭാവിയിൽ നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പ്രശ്നം വരും. അല്ലെങ്കിൽ പില്ലേഴ്സ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം ചിലപ്പോൾ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. എയറിൻ്റെ ഫ്ലോ, സൗണ്ട് ഉള്ളിലേക്ക് ക്യാബിനിലേക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആകെ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റീനെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ മേജർ എന്ന് പറയുന്നത്. ബാക്കി ബമ്പർ കാര്യങ്ങളൊക്കെ കോമൺ അല്ല, അത് ജസ്റ്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാലും വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടും. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ പിന്നെ എത്ര നാളായി നമ്മുടെ ടീം ടെക് ചാനൽ നിങ്ങൾ കൂടിയിട്ട് അതുകൂടെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആരൊക്കെ നമുക്ക് 6 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ. എത്ര നാളായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ന്യൂ കമേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ന്യൂ കമർ എന്നൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്ക് കമന്റിൽ ഇന്ററാക്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നമ്മുടെ ആദ്യ വാഹനം XUV 300 ആണ്. മഹീന്ദ്ര XUV 300 KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷനാ? ഏറ്റവും ഫുൾ ഓപ്ഷൻ W8 ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. 8 എയർ ബാഗ് വരും അല്ലേ? 8 7 ഓട്ടെ. നീ എയർ ബാഗ് അടക്കം ഉണ്ടാവും. അതെ, ഓക്കെ. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടി തന്നെയാണ് സേഫ്റ്റിയിൽ. പിന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വണ്ടി. ഏതാ? പെട്രോൾ ഓട്ടോമാറ്റിക് 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 30,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ, 2027 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. ഓക്കെ, 30,000 ഓടിയ വണ്ടി, നോർമൽ ഓട്ടം തന്നെ. ഇപ്പോൾ 3 വർഷം ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ. പിന്നെ വേറെ ക്ലെയിം ഒന്നുമില്ല? അല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി, വാറണ്ടി എല്ലാം ഉണ്ട്. കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ല? ഓക്കെ.
പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ AMT ഗിയർ ബോക്സ് ആണ് ഇതിന്റെ വരുന്നത്. AMT ഗിയർ ബോക്സ്. ഓക്കെ. പെട്രോൾ മാനുവലിന്റെ അത്ര ഒരു ഇത് ചിലപ്പോൾ AMT കിട്ടൂല. പിന്നെ ഡ്രൈവിംഗ് സുഖം. പിന്നെ മൈലേജ് ഏകദേശം അത്ര തന്നെ കിട്ടും. ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. പിന്നെ സേഫ്റ്റി, സ്റ്റെബിലിറ്റി, ഡ്രൈവിംഗ് എഫേർട്ട് എല്ലാം ഉള്ള ഒരു അടിപൊളി വണ്ടിയാണ്. കോമ്പാക്ട് SUV. എത്ര ഇതിന്റെ ചോദ്യം ഇപ്പോൾ? ഇത് റേറ്റ് വരുന്നത് 8,90,000 രൂപ. 8,90 നിങ്ങൾക്ക് കൊണ്ടുപോകാം. XUV 300 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2027 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. 22 മോഡൽ വണ്ടി. W8 ഓപ്ഷനിലെ ഏറ്റവും ടോപ്പിൻ്റെ സിംഗിൾ ഓൺഷിപ്പ്. ഓട്ടോമാറ്റിക് ആണ്. അതും മാനുവലല്ല, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ലോൺ ഒരു 8.5 വരെ കിട്ടും. ഏകദേശം ഒരു 90-95% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചാൻസ് ഉണ്ട് അല്ലേ? അടുത്ത വണ്ടി. അങ്ങനെ നമ്മൾ ക്യാപ്സിന്റെ കുത്തകയിലേക്ക് എത്തിയിരിക്കുകയാണ്. കിയ സോണറ്റ്. ഇഷ്ടംപോലെ കീയുണ്ടേ. ഓക്കെ. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. ഏറ്റവും ന്യൂ ഷേപ്പ് വണ്ടി. അടിപൊളി ലുക്കായിട്ടല്ലേ സോണറ്റ്? ന്യൂ ഷേപ്പ്, അത്യാവശ്യം വലുപ്പം വീതിയൊക്കെ തോന്നിപ്പിക്കുന്ന. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2024 മോഡല് GTX പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിൽ വെറും 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,000 മാത്രം. ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ അത്രേ ഓടിയിട്ടുള്ളൂ. പിന്നെ വാറണ്ടി ഇപ്പോൾ എത്ര വരെ ഉണ്ടാവും? 2027 വരെ വാറണ്ടി ഉണ്ട്. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 8 വർഷം വരെ വാറണ്ടി കിട്ടും. അതായത് 2032 വരെ കസ്റ്റമർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. കിലോമീറ്റർ എത്ര? 8,000 ഓടി. 8,000. സോറി, ഞാൻ വിട്ടുപോയി. 8,000 മാത്രം. ഏറ്റവും ടോപ്പിൻ്റാണ്. സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജറും അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജ് ഒരു 11-15 റേഞ്ചൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? 11 തൊട്ട് 16 വരെ. ഏതാ ഇത് ഓട്ടോമാറ്റിക് വരിക? DCT ഏതാ വരിക? DCT തന്നെയല്ല. ഓക്കെ. DCT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ആ റേഞ്ച് കണ്ടാൽ 11 to 14 ആ റേഞ്ച്. എത്രയാ ചോദ്യം? എത്രയാ പുതിയ വണ്ടിക്ക്? എത്ര ഉണ്ട് ഇതിന്? എത്ര ചോദിക്കുന്നത്? പുതിയ വണ്ടിക്ക് 17 സംതിങ് ആണ് ഇപ്പം നമ്മൾ ചോദിക്കുന്നത്. 13,75,000 രൂപ. 13,75 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏകദേശം 4 ലക്ഷത്തിൻ്റെ അടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു. വെറും 8,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഏറ്റവും ന്യൂ ഷേപ്പ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് സോണറ്റ് ആണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോണ് സുഖമായിട്ട് നമുക്കൊരു 90% ചെയ്ത് കൊടുക്കാം. അതും ചിലപ്പോൾ ന്യൂ കാറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് അത്ര വരില്ലെങ്കിലും ആ ഒരു രീതിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ശരി. നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാരൻ്റെ ഡിസ്കവറി അല്ലേ? അതെ. ടാറ്റ ഹാരിയർ ആണ്. KL 39 രജിസ്ട്രേഷൻ. റേഞ്ച് റോവർ തന്നെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയെടുത്ത മോഡലാണ്. ലുക്ക് വൈസ് ഒക്കെ സെയിം, അതേ ഡിസൈൻ തന്നെയാണ്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ XZA പ്ലസ് ആണ് വാഹനം വരുന്നത്. 21 ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരിക. ടോർക്ക് കൺവെർട്ടർ ആണ്. ഗിയർ ബോക്സ്. മൈലേജ് ഒരു 10-13 വരെയൊക്കെ കണ്ടാൽ മതി അല്ലേ? അല്ല, സ്ട്രേറ്റ് റോഡ് കിട്ടും. 18 വരെ കിട്ടും. ഡീസൽ. സോറി, ഞാൻ പെട്ടെന്ന് പെട്രോള്. സോറി, 18 വരെ കിട്ടും. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? 18 വരെ. 15-16 പറഞ്ഞാൽ അല്ല, 18 കിട്ടും. കിട്ടണേ പറയുള്ളൂ. വെറുതെ ചാടി കയറി എന്തെങ്കിലും വിളിച്ച് പറയൂല. ആയിക്കോട്ടെ. കിട്ടിയിട്ടില്ലേ കറളൊന്നും കിട്ടും. ഓക്കെ. ഇല്ല അങ്ങനെ. അപ്പൊ ലോങ്ങിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നോക്കാം. ഉപയോഗിക്കുന്നവർ കമന്റ് ചെയ്യും. നിങ്ങൾ കമന്റ് ചെയ്യും. എളുപ്പമായല്ലോ. ഡീസൽ ഓട്ടോമാറ്റിക് ലോങ്ങിൽ 18 കിട്ടുന്നുണ്ടെന്ന് അനസ് പറഞ്ഞു. നിങ്ങൾ കമന്റ് ചെയ്യും. ഇനി അനസിന്റെ പേരിൽ ആ വിവാദം വരല്ലേ? ഓക്കെ. 21 വണ്ടിയാണ്. ഏറ്റവും ടോപ്പിൻ്റെ സേഫ്റ്റിയും എല്ലാം ഉള്ള അടിപൊളി ഒരു SUV. കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. എത്ര ഇപ്പം ഇതിൻ്റെ ചോദ്യം? 14,90,000 രൂപ. 14,90. 21 ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ. 40,000. ഓക്കെ. ലോൺ എത്ര കയറും? 95-100% വരെ നമുക്ക് നോക്കി ചെയ്യാം. ഓക്കെ. അടുത്തത് സെൽട്ടോസ് ആണ്. ഇതും ന്യൂ ഷേപ്പ് ആണ്. KL 5 കോട്ടയം രജിസ്ട്രേഷൻ വാഹനം. അതെ. 12-13 മിഡിൽ ഓപ്ഷൻ. ഇത് HTK ആണ് ഓപ്ഷൻ വരുന്നത്. 2024 HTK ഡീസൽ മാനുവലാണ് വാഹനം വരുന്നത്. ഡീസൽ മാനുവൽ. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടിയിലും 6 എയർ ബാഗ് മാൻഡേറ്ററി ആണ്. ഏത് ഓപ്ഷൻ ആയാലും ഉണ്ടാവും. ബേസ് ഓപ്ഷൻ ആയാലും അതുണ്ടാവും. അപ്പൊ ഇത് HTK എന്ന് പറയുമ്പോൾ പുഷ് ബട്ടണും അലോയ്സും വരുമോ? ഇല്ല, അലോയ്സ് ഇല്ല. ഓക്കെ. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ട് അല്ലേ? പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് സിംഗിൾ ഓണർഷിപ്പ്. 2027 വരെ വാറണ്ടി. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഓട്ടം പോയിട്ടുണ്ടല്ലോ. അത്യാവശ്യം ഓടിയിട്ടുണ്ട്. പിന്നെ ഇതിന് മൈലേജ് നന്നായിട്ട് കിട്ടും. ഏതാ പറഞ്ഞത്? ഡീസൽ മാനുവൽ. ഡീസൽ മാനുവലാണ്. 18-20 റേഞ്ച് ഏകദേശം കിട്ടും. 20 റേഞ്ച് എന്തായാലും സ്ട്രേറ്റ് റോഡൊക്കെ പോകുമ്പോൾ 20-21 കിട്ടും. ഇങ്ങനെ ഞാനെല്ലാം കേറ്റൂല, കേറ്റുന്നില്ല. സത്യമായി പറയണേ. ഓക്കെ. എന്തായാലും 24 മോഡലാണ്. അണ്ടർ വാറണ്ടി 27 വരെ നിൽക്കുകയാണ്. അപ്പോൾ എത്ര ഇതിന്റെ ചോദ്യം? ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 13. K അല്ല പറഞ്ഞേ? K പറഞ്ഞേ? K+O?
HTK. ഓക്കെ പ്ലസ് ഇല്ല. ഇല്ല പ്ലസ് ഇല്ല. ഓക്കെ ഇത് 13,90. 13,90,000 രൂപയ്ക്ക് HTK മിഡിൽ ഓപ്ഷൻ ഡീസൽ മാനുവൽ സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഡീസൽ മാനുവലിന് ഏകദേശം എത്രയാണ്? 18 19 അടുത്തുണ്ടാവും. ആ റേഞ്ച് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ഏകദേശമാണ്, കറക്റ്റ് നോക്കിയിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു മാറ്റം വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്തായാലും വിളിക്കാം. ലോൺ എത്ര കയറും? നമുക്കൊരു 85-90% ലോൺ ചെയ്യാൻ പറ്റും. 90% ലോൺ കിട്ടും അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ജീപ്പ് കോമ്പസ്. ഇതൊക്കെ ഇവിടുന്ന് എത്ര വണ്ടി കൊണ്ട് വെച്ചാലും വിറ്റ് പോകുന്നതായിട്ടാണ്. അതെ അല്ലേ? എപ്പോൾ വെച്ചാലും. KL 31 രജിസ്ട്രേഷനാണ്. ഏതാ മോഡൽ ഇത്? ഇത് 2019 മോഡല്, ഡീസൽ മാനുവൽ ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 2020 അല്ലേ? 19 അല്ലേ? 19 ഡീസൽ മാനുവൽ ആണ്. 2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരിക. നിങ്ങൾ നേരത്തെ ഹരിയർ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ മൈലേജ് അത്ര ഉണ്ടാവില്ല. പോലെ എത്ര കിട്ടും? ഇത് ഞാൻ പറയണില്ല, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ എയറിലിടാനല്ലേ, നിങ്ങൾ തന്നെ പറ. എനിക്ക് തോന്നുന്നൊരു ടൗണിലൊക്കെ ഒരു 13-15 വരെ മാക്സിമം അല്ലേ? ഒരു 12-15 വരെ അത്രയും കണ്ടാൽ മതി. എനിക്ക് കൂട്ടി പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയണില്ല. അല്ല, ഹൈവേയിലൊക്കെ ചിലപ്പോൾ കിട്ടും, ഒരു 17 വരെയൊക്കെ കിട്ടും ലോങ് പോവുകയാണെങ്കിൽ. ഓക്കെ, 2 ലിറ്റർ മാനുവൽ ഡീസൽ മാനുവൽ കിട്ടും ഏകദേശം. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, ഓണർഷിപ്പ് ഇത് 11,15,000 രൂപ. 11-15 ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന ലിമിറ്റഡ് ഓപ്ഷനാണ് ഇത്. ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനമാണ്. 19 മോഡൽ ഡീസൽ മാനുവൽ. കിലോമീറ്റർ പറഞ്ഞു നമ്മൾ 60,000 കിലോമീറ്റർ സിംഗിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ലോണ് എത്ര? ഒരു 10-10 കിട്ടും. 10 കിട്ടും. ചാൻസ് ഉണ്ട് അല്ലേ? അടുത്തത് കേടെ ഒരു 7 സീറ്റർ ക്യാരൻസ് ആണ്. ഇപ്പം അത് പേര് മാറി ക്ലാവിസ് എന്ന് പറഞ്ഞ പേരിലാണ് പറയുന്നത് അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡീറ്റെയിൽ? ഇത് 2023 മോഡൽ പ്രസ്റ്റീജ് പ്ലസ് ആണ്. പെട്രോൾ IMT സിംഗിൾ ഓണർഷിപ്പിൽ 39,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 39,000 അല്ലേ? ഓക്കെ, 23 മോഡലിന്. ഓക്കെ, അവരോട്ട് പോയിട്ടുണ്ട്. പിന്നെ വാറണ്ടി ഇപ്പോൾ 2026 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. 26 7 മാസം വരെ. ഈ വർഷം 7 മാസം വരെ നിലവിൽ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വാഹനമാണ്. അപ്പോൾ പ്രോപ്പർ സർവീസ് എല്ലാം കമ്പനി തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് വാറണ്ടി കട്ടാവാത്തത്. അതെ, കട്ടാവാത്തത്. 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഇതിന്റെ 7 സീറ്റർ എന്ന് വെച്ചാൽ ബാക്ക് റോ കുറച്ച് സ്പേഷ്യസ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം വലിയ ആൾക്കാർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റിയ, ബേബി സീറ്റ് അല്ല, ഇരുന്ന് പോകാൻ പറ്റിയ സ്പേസ് ഉള്ള ഒരു റോ തന്നെയാണ്. ക്ലെയിം ഒന്നുമില്ല അല്ല? എത്ര ചോദ്യം? എത്ര? ഇതിപ്പോ 12,75,000 രൂപ. പ്രസ്റ്റീജ് പ്ലസ് അല്ല? 12,75 2023 പ്രസ്റ്റീജ് പ്ലസ് പെട്രോൾ മാനുവൽ ഓട്ടോമാറ്റിക് IMT ഇന്റലിജന്റ് മാനുവൽ ഓട്ടോമാറ്റിക് IMT രണ്ടിന്റെ ഇടയിലുള്ള സാധനം. ഓക്കെ, അപ്പോൾ താല്പര്യം വിളിച്ചോളൂ. ലോൺ ഒരു 11-11 കിട്ടും. 11 റേഞ്ച് എന്തായാലും കിട്ടും. ഓക്കെ, അടുത്തത് ഒരു സെൽട്ടോസ് ന്യൂ ഷേപ്പ് തന്നെയാണ് അല്ലേ? അല്ല, ഓൾഡ് ന്യൂ എംബ്ലം ആണ്. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ തന്നെ HTX പെട്രോൾ മാനുവൽ ആണ് വാഹനം വരുന്നത്. 22 സിംഗിൾ ഓണർഷിപ്പിൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നോർമൽ ഓട്ടം തന്നെ. HTX എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. ഒരുവിധ ഓപ്ഷൻസ് ഉണ്ടാവും. എക്സ്പ്ലസും GT ലൈനും അങ്ങനെയുള്ള ഇതിൽ തന്നെ അലോയ്സ്, പുഷ് ബട്ടൺ, പിന്നെ സൺറൂഫ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഒരുവിധ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഓക്കെ, വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടിയിൽ. ഈ വാറണ്ടിയുടെ തന്നെ കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ടെക്നിക്കൽ മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ കമ്പനി വാറണ്ടി തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങില്ല. അതുകൊണ്ട് വാറണ്ടി എടുത്ത് പറയുന്നത് കേട്ടോ. എത്ര ചോദ്യം? എത്ര ഇതിപ്പോൾ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,75,000 രൂപ. 12.25 ലക്ഷം രൂപയ്ക്ക് HTX 2022 മോഡൽ 30,000 കിലോമീറ്റർ ഓടിയ വാറണ്ടിയിൽ നിൽക്കുന്നൊരു സെൽട്ടോസ് കൊണ്ടുപോകാം. മാനുവലാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത കിയ സെൽട്ടോസ് ആണ്. KL 81 വണ്ടി. ഇതൊരു വെറൈറ്റി ആണല്ലോ ഇവിടെ. വെറൈറ്റി ആണ്. ഇത് 2022 മോഡല് HTX പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. HTX പെട്രോൾ ഓട്ടോമാറ്റിക് 32,000. വേറെ ക്ലെയിം ഒന്നുമില്ല. ഇല്ല, ഇതിന് ബോണറ്റ് മാറിയിട്ടുണ്ട്. അതിൽ മേജർ ഉള്ളോട്ടുള്ള ഇമ്പാക്ട് ഉള്ള സംഭവങ്ങളൊന്നുമില്ല. ചെക്ക് ചെയ്യാൻ പറ്റും. A to Z കസ്റ്റമർക്കും മാറിയതാ. കമ്പനി തന്നെ മാറിയതാണ്. അല്ല, പുറത്തുനിന്ന് മാറിയല്ല. അതൊക്കെ നമ്മൾ ചെക്കപ്പ് ചെയ്തിട്ടാ എടുത്തത്. ഓക്കെ, എന്തായാലും എത്ര ചോദ്യം? ഇതിപ്പോ 13,25,000 രൂപ. ഏതായത് IVT ഓട്ടോമാറ്റിക്. ഓക്കെ, ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ CVT-ന്റെ മോഡൽ വരുന്ന സാധനമാണ്. കുറച്ചുകൂടി മൈലേജ് കിട്ടും തോന്നുന്നു. 17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും സ്ട്രൈറ്റ് റോഡ്. ലോണ് ഒരു 90% കയറും. കിട്ടും 90% ലോൺ ചെയ്യാം. 12 രൂപ എന്തായാലും ലോൺ കയറും. അതിന്റെ മുകളിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അടുത്തത് രണ്ടാളെ ഇടയിൽ കിടക്കുന്ന ഒരു ബ്രസേനെ കണ്ട ബ്ലൂ കളർ ബ്രസ് എന്തായാലും കാണും. KL 14 വണ്ടി. എന്തെങ്കിലും ഡീറ്റെയിൽ?
ഇത് 2020 മോഡല് VXi O എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. VXi അല്ല, VXi ഓപ്ഷനിൽ. ഓക്കെ. അതിൽ സിംഗിൾ ഓണർഷിപ്പിൽ 36,500 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. 36,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. VXi O എന്ന് പറയുമ്പോൾ അലോയ് വീലും പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ബേസിക് വേണ്ട എല്ലാ കാര്യങ്ങളുമായി ഉണ്ട്. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇല്ല, ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. എത്ര ഇപ്പോൾ ചോദ്യം എത്ര? ഇതിപ്പോൾ റേറ്റ് 7,15,000 രൂപ. 7,15 അല്ലേ? ഓക്കെ. VXi ഓപ്ഷനിലാണ്. പെട്രോൾ മാനുവൽ ബ്രസ. മൈലേജ് ഒരു 12-15 റേഞ്ച് ഏകദേശം മൈലേജ്. ഓക്കെ. വേറെ വർക്കൊന്നുമില്ല? ഇല്ല, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. കസ്റ്റമർ എടുക്കുക, ഓടിക്കുക. ലോൺ ഒരു 6 മൈലേജ് കിട്ടും. 6.5 മൈലേജ് കിട്ടും. പിന്നെ കസ്റ്റമർ എടുത്തിട്ട് പൂജിക്കാൻ എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ഈ തർക്കുത്തര റിപ്ലൈ വരാത്തതെന്ന് ആലോചിച്ചിരിക്കും. അടുത്തതാ MGയുടെ വിൻസർ. ഇന്ന് കുറച്ച് വെറൈറ്റികൾ കാണുന്നുണ്ട്. കുറച്ച് കാലമായിട്ട് ഇല്ലാത്ത വണ്ടികളും അതേപോലെ കുറേ വിൻസർ മാറ്റി കിയ KL29 രജിസ്ട്രേഷനാണ്. ഒരു EV നോക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിക്കൊണ്ടെടുക്കുന്ന വാഹനമാണ്. പിന്നെ വിൻസറിന് പൊതുവെ എങ്ങനെ മാർക്കറ്റ് റേറ്റിൽ എങ്ങനെ വരുന്നുണ്ട്? ഇപ്പം നന്നായിട്ട് വിൻസറിന് എൻക്വയറി ഉണ്ട്. വരുന്ന വണ്ടികൾ പോകുന്നുണ്ട്, നമ്മുടെ അടുത്ത് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒന്ന് വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ളൂ, നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അത് സ്പോട്ടിൽ ഡെലിവറിയും കൊടുത്തു. ഏതാ മോഡൽ? ഇത് 2025 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഇത് പെട്രോളൊന്നൊക്കെ വരുന്നത് EV ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. അപ്പോൾ EV ആണ്. ഒന്നുമില്ല. ഇന്ന് ഞാൻ പറയും, മൈലേജ് പറയാൻ പറ്റില്ല. മൈലേജ് പറയാം. ഇത് 316 കമ്പനി പറയണത്. 280-290 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും. അത് മാത്രമല്ല 28 വരെ വണ്ടീന്റെ ഫുൾ പാർട്സിൽ വാറണ്ടി, കമ്പനി വാറണ്ടി നോർമൽ ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പൊ സെക്കൻഡ് ഓണറിലേക്ക് വരുമ്പോൾ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ബാറ്ററി വാറണ്ടിയും അതേപോലെ തന്നെ മോട്ടോർ വാറണ്ടിയും കിട്ടുന്നുണ്ട്. ഓക്കെ. ബാക്കിയുള്ള പാർട്സിന് സാധാരണ 3 കൊല്ലം വാറണ്ടി തന്നെയാണ്. ഓക്കെ. ഇതിൽ ക്ലെയിമോ കാര്യമൊന്നുമില്ല? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് 13,000 കിലോമീറ്റർ വാറണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ്. ആ ഒരു വർഷം എന്നല്ല, EVയെ സംബന്ധിച്ചിട്ട് ലോ കിലോമീറ്റർ. കാരണം അത്ര റേഞ്ച് കിട്ടിയിട്ട് ഓടിക്കിട്ട ഒരു വണ്ടിയല്ലേ. ഓക്കെ. നല്ല ടയർ ഭാഗമുണ്ട്. എത്രയുടെ ചോദ്യം ഇപ്പം എത്ര? ഇതിപ്പോൾ നമ്മൾ 15,90,000 രൂപ. 15,90. ഇതിന് പുതിയ വണ്ടിക്ക് എത്ര ഉണ്ട്? 19 റേഞ്ച് എന്തായാലും ഉണ്ട്. ഓക്കെ. 19 അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. എസൻസ് ആട്ടോ ഓപ്ഷൻ. അത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? എസൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വണ്ടി വരുന്നത്. ഇതിൽ സൺറൂഫ് ഉണ്ട്. മൂൺറൂഫ് വരും അല്ലേ? മൂൺറൂഫ്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടോ വിളിച്ചോളൂ. നല്ലൊരു മെയിൻ്റനൻസ് ഇല്ലാണ്ട് ഒരു വണ്ടി റേഞ്ചിൽ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി അല്ലേ? അടുത്തത് നിസാൻ മാഗ്നൈറ്റ് ആണ്. ഒരു 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനം. KL41 ആലുവ രജിസ്ട്രേഷൻ. ഇത് ഇപ്പം എന്ന് വെച്ചാൽ പോളിഷിൻ്റെ ഇടയിൽ നിന്ന് എടുത്തേണ്ടതെന്നാണ് കാണിക്കാൻ വേണ്ടി. അടുത്ത ഇനി വാഷിംഗ് ചെയ്യാനുള്ള ഒരു മൊത്തം അലമ്പായി കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ്. അതെ. ഇത് എടുത്തോണ്ടിരുന്ന രീതിയിൽ. അപ്പോൾ പണി നടന്നു കൊടുക്കാം. പോളിഷും കാര്യമൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും. ഇപ്പം കാണുന്ന ഇന്റീരിയർ രണ്ട് പേടിക്കണ്ട. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് CVT ഓട്ടോമാറ്റിക് XV ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷനിൽ തന്നെ CVT ആണ് വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ്. ഇതിലും ഗിയറിലൊക്കെ CVT ആണ്. CVT തന്നെ വരുന്നത്. പിന്നെ 1 ലിറ്ററിൽ ടെർബോ എഞ്ചിൻ ആണ് വരുന്നത്. ടെർബോയിൽ മൈലേജ് ഒരു 12-13 റേഞ്ച് ലോങ്ങിലൊക്കെ കിട്ടും. സിംഗിൾ ഓണർഷിപ്പിൽ റേറ്റ് വരുന്നത് കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ, 43,500 ആണ് ഓടിയിട്ടുള്ളത്. 22 മോഡല് 43,500 CVT ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ XV വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? 7,25,000 രൂപ. 7,15 ലക്ഷം അല്ലേ? CVT ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ CVT ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവറുള്ള വണ്ടി തന്നെയാണ്. 1 ലിറ്റർ ടർബോ ആയതുകൊണ്ട് അത്യാവശ്യം പവർ. ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 10 ലാഖിൻ്റെ ചോടെ ഒരു 3 ഓട്ടോമാറ്റിക് ഒരു സോണറ്റ് ഓട്ടോമാറ്റിക് ഒക്കെ വരാണ്ടല്ലേ? ഓട്ടോമാറ്റിക് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഈ ലോൺ എത്ര കയറും? ഇത് നമുക്കൊരു 6 രൂപ റേഞ്ച് ലോൺ കയറും. 6 ലാഖ് ലോൺ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു സെൽട്ടോസ് തന്നെയാണ്. KL74 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ എങ്ങനെ? ഇതിന്റെ പറയുന്ന മുമ്പ് ഒരു വണ്ടിയുടെ കൂടി പറഞ്ഞോട്ടെ. ആ വണ്ടി ഇവിടെ അല്ല, വാഷിങ്ങിന് പോയതാണ്. അപ്പോൾ പറയാൻ പോകുന്ന ഡീറ്റെയിൽ ഇതിന്റെ അല്ല, വേറൊരു വണ്ടി ഉണ്ട്. അത് സെൽട്ടോസ് തന്നെയാണ്. 2023 മോഡല് HTX ഓട്ടോമാറ്റിക് പെട്രോള് 40,000 ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അത് 2028 വരെ കമ്പനി വാറന്റിയുള്ള വണ്ടിയാണ്. എക്സ്റ്റൻഡഡ് വാറന്റി വണ്ടിയാണ്. 28 14,500,000 ഉള്ളൂ.
ഓട്ടോമാറ്റിക്. ഓക്കെ, 14 ലക്ഷത്തിന് ആ വണ്ടി ഉണ്ട്, 28 വരെ വാറണ്ടി ഇല്ല. ഇനി ഇതിന്റെ ഡീറ്റെയിലേക്ക് ഇത് 2021 മോഡലാണ്. പെട്രോൾ IMT ആണ് വാഹനം വരുന്നത്, HTK പ്ലസ്. ഓക്കെ, മിഡിൽ ഓപ്ഷൻ. ഇതിൽ സിംഗിൾ ഓണർഷിപ്പിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. പിന്നെ 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അലോയ്സ് പുഷ് ബട്ടൺ 54,000 കിലോമീറ്റർ. അലോയ്സ് പുഷ് ബട്ടൺ ഒക്കെ ഉണ്ടാവും. 54 വർഷത്തിന്റെ ഓട്ടോ ഓടിയിട്ടുണ്ട് അല്ലേ, 5 വർഷം ആവാനായിട്ട്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. റേറ്റ് 9,65. 9,65,000 രൂപയ്ക്ക് HTK പ്ലസ് 2021 സെൽട്ടോസ് മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെൽട്ടോസ് IMT തന്നെയാണ് ഇതും. ഓക്കെ, IMT ആണ്. IMT കൊണ്ടുപോകാം. ഒരു സെമി ഓട്ടോമാറ്റിക്, വണ്ടി ഓഫായി പോകില്ല, എന്നാൽ ഗിയർ മാറ്റാൻ ചെയ്യാം, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഓക്കെ, ലോണ് ഒരു 8.25 വരെ കിട്ടും. 8.25 വരെയൊക്കെ ലോണും ചെയ്യാം നമുക്ക് മാക്സിമം അല്ലേ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ സെൽട്ടോസും കൂടി ഉണ്ട്. 28 വരെ വാറണ്ടി ഇല്ല. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ പറഞ്ഞ പ്രൈസ് ഏകദേശം എല്ലാത്തിനും ഞാൻ അടുപ്പിച്ചിട്ടാണ് ഇട്ടത്. പിന്നെ എന്നിരുന്നാലും മസിൽ പിടിക്കാതെ എന്നാലും അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാന്യമായ രീതിയിൽ വീണ്ടും ചെയ്തു തരും. ഉറപ്പല്ലേ? നമ്മുടെ പ്രേക്ഷകരിലോ ചെയ്ത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ. അത്രേ ഉള്ളൂ. നമ്മളെ പ്രേക്ഷകരല്ല, നമ്മളല്ല 6 കൊല്ലം മുന്നേ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു വാല്യൂ കൊടുക്കണ്ടേ. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു വണ്ടി വന്ന് ക്യാമറ അടിക്കാൻ നോക്കിയതാ, പെട്ടെന്ന് അവരെ വെറുതെ ഇട്ടിട്ട് ഞാൻ വിചാരിച്ച് മേടിച്ച് നിരപ്പാക്കിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ എത്ര നാളായിട്ട് കാണുന്ന ആളുകളാണ്, അതും കൂടെ ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.